ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? ഹാസ്യ കഥാപ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? അവിടെയാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സുണരേണ്ടത്. തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി, മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മാബരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ, ഏതൊരു മനുഷ്യനെയും ഗീബത്ത് പറയൽ ഹറാമാണ്. വലൗ കാന കാഫിറാ, അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി, ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഗീബത്ത് പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത്, കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്, ഏറ്റവും കൂടുതൽ നേരം പോക്കിന് വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരു പക്ഷേ കോമഡിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ്, അതുപോലെയുള്ള തർക്കവിതർക്കങ്ങളാണ്, അതല്ലെങ്കിലോ ഏഷണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാലതകളാണ്. അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട്, അവിടെ കൈയടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആളുകളുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. നിങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ, സഹോദരിമാരെ, നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു, സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു, എല്ലാം നഷ്ടപ്പെടുന്നത് ലഗ്വ് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ്. ആരെല്ലാം കടന്നു വരുന്നുണ്ട്, ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട്. നമ്മളാ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മളത് റിസർവ് ചെയ്യുകയാണ്, നമ്മളത് കൊടുക്കുകയാണ്, അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. ഖുത്ബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല, ദിക്റിന്റെ മജ്ലിസിൽ വന്ന നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല. നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്ക് അത് വിൽക്കപ്പെട്ടു പോയി. കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി. ഇതെങ്ങോ പാറിപ്പറന്നുപോയി. ജമാഅത്ത് കഴിഞ്ഞ് നേരെ ചെറിയ കുംട്ടിപ്പീടികയിൽ, മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമാഅത്തിൽ നിർവഹിച്ച 27 ഇരട്ടിയും അവര് നടന്നു നീങ്ങിയതും അവര് കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി. മഗ്രിബിന് നിസ്കരിച്ചവർ ഇശാഇന്റെ മുമ്പത് തകർത്തു വാരി കോരി കൊടുത്തുപോയി. ഇശാ നിസ്കരിച്ചവരോ 11 മണിയാകുമ്പോഴേക്കതും തീർത്തുപോയി. സുബഹിക്ക് ചില്ലറ ആശ്വാസമുണ്ട്, നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം. അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടു പോയി. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാഅത്തുകൾ ഏതുണ്ട്, നമ്മുടെ സുഹൃതങ്ങൾ ഏതുണ്ട്, നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട്? അവിടെയെല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം. ഇതുകൊണ്ടാണ് 4000 നബിമാർക്ക് ഖിദ്മത്തൊടുത്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 4000 നബിമാർക്ക് ഖിദ്മത്തൊടുത്തിട്ടുണ്ട്. തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് സാറാൻ എന്ന മകൻ. ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം. മോനെ, നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിരിക്കുന്നത് കണ്ടു, അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം. സലാം അവര് മടക്കുന്നില്ല, അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത്. അവര് നിന്റെ ഖൽബിലെ ഈമാൻ കവർന്നെടുത്തു കൊണ്ടുപോകും. സലാം പറഞ്ഞിട്ട് അവര് വലൈക്കും സലാം എന്ന് പറഞ്ഞു മടക്കിയോ, എന്നാ അവിടെ ഇരുന്നോ.
സലാം പറഞ്ഞപ്പോ ആർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി വലിച്ചെറിയടാന്നാ പറഞ്ഞേ. എന്നാ നീ ഇരിക്കരുത്. ഓ, നീ ഒരു സലാമായിട്ട് വരാൻ കണ്ട നേരം. അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ്, അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ്. അതിന്റെ ഇടക്ക് നീ ഒരു സലാം അവിടെ ഇട്ടുകൊടുത്തു. കൂട്ടുകാരല്ലേ എന്ന് കരുതിയിട്ട് സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ. ഇരുന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വഴിമാറിപ്പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം പറഞ്ഞ് നിനക്കവിടുന്ന് വിടാനായി. അതാണ് മുഅ്രിദൂൻ, തിരിഞ്ഞു കളയ. നമ്മളിപ്പോ ആ വിഷയം ചർച്ച ചെയ്യണ്ട, നമ്മളത് പറയണ്ട. അങ്ങനെ പറയാൻ എത്ര പേർക്ക് കഴിയും? ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തൊടല്ലേ, അത് പറയല്ലേ, ഈ സദസ് നീ വഷളാക്കല്ലേ, ഈ നല്ല ദിക്റിന്റെ മജ്‌ലിസ് കഴിഞ്ഞ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ സപ്ലൈ അല്ലേ, ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാരുണ്ട്? അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ അവിടെ വിലപ്പോകൂല, എന്നാ പെട്ടെന്ന് അവിടുന്ന് തടിയൂരണം. മുഅ്രിദൂൻ, തടി സലാമത്താക്കണം അവിടുന്ന്. നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല, അവന്മാർ പിന്നെയും പറയും. എന്നാലും ഇരുന്നു കൊടുക്കരുത് മുഅ്രിദൂൻ, മാറിക്കളയണം. അങ്ങാടിയിലെന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നു. എന്തായാലും സുഖകരമായ ഒച്ചല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ വെക്കലാണ് മുഅ്രിദൂൻ. എന്തോ ഒച്ച കേൾക്കുന്നു, പോയി നോക്കട്ടെ. പോയി നോക്കുമ്പോ തിരക്കിടില്ല, കാണാൻ പറ്റിയതാ, കാണാനൊന്നും പറ്റൂല. എന്നാലും കുറച്ചേരം കണ്ടു നോക്ക്. കുറച്ചേരം കൂടി കണ്ടു നോക്ക്. ഏതായാലും മഗ്‌രിബ് നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചങ്ങ് പോകാം. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ആ മഗ്‌രിബ് നിസ്കാരം ആർക്കാ? നിന്റെ ആ ഇശ ആർക്കാ? നീ ഇതെല്ലാം കണ്ടുവന്നതല്ലേ? അങ്ങാടിയിലൂടെ അങ്ങനെ പോകുമ്പോ വലിയൊരു പന്തൽ കെട്ടി വെച്ചിരിക്കുന്നു. പക്ഷെ പുറത്തുനിന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഉള്ളിൽ എന്തോ നടക്കുന്നത് മഹാമഹം. ഒരാളോട് ചോദിച്ചു, എന്താ? അവിടെ വലിയ സർക്കസ് നടക്കുന്നു, ടിക്കറ്റൊക്കെ ഇച്ചിരി കുറവാ. എത്ര? അതൊരു 19 രൂപ കൊടുത്താൽ മതി. 50 രൂപയുള്ളൂ. എത്ര നേരം കാണാം? 5 മണിക്കൂർ കാണാം. 50 രൂപയുള്ളൂ. നീ ആ കേട്ട രൂപത്തിൽ നിന്റെ മനസ്സിൽ നിന്ന് തിരിഞ്ഞു കളയാനുള്ള മനസ്ഥിതി ഉണ്ടോ? അവിടെയാണ് നിന്റെ ജയം. അല്ല, ഒന്ന് കേറി നോക്കാം എന്നാണോ നിന്റെ മനസ്സിൽ വരുന്നത്? ശരിയായിട്ടില്ല. ഈമാനുള്ള മുഅ്മിനിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. പറ്റാത്ത ഒരു സംഗതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്ന നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ മക്കക്കാര് അവര് വസ്ത്രങ്ങൾ മുഴുവനും ഒഴിവാക്കി നഗ്നരായി പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്തേക്ക് പ്രവേശിക്കാറില്ല. അവര് മദ്യപിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് കല്യാണത്തിന്റെ വേളകളിൽ വലിയ ശബ്ദകോശമുണ്ടാക്കി സംഗീതമയമായിട്ട് രാവും പകലും ചെലവഴിക്കുമ്പോ തങ്ങൾ അങ്ങോട്ട് പോകാറില്ല. 2 തവണ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു ചെറിയ ഹമ്മ് തങ്ങൾക്ക് വന്നിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. കുട്ടിക്കാലത്ത് 8ാമത്തെ വയസ്സിലൊക്കെ കാടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ രാത്രി ഇങ്ങനെയുള്ള കൂത്തരങ്ങുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തങ്ങളെ ചിന്ത വന്നപ്പോഴേക്ക് ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലത്ത് തങ്ങളെത്തുന്നതിന്റെ മുമ്പ് തന്നെ മരുഭൂമിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഉറക്കിക്കിടത്തി. നേരം വെളുത്ത് പരിപാടിയൊക്കെ സമാപിച്ചു ഒന്നും ശ്രവിക്കാനുള്ള അവസ്ഥ കൊടുക്കാതെ തങ്ങളെ അല്ലാഹു എഴുന്നേൽപ്പിച്ചുണർത്തി കൊണ്ടുപോകുന്നു. കാരണമെന്തേ? അത് കേൾക്കാൻ പറ്റാത്തതാണ്, പങ്കെടുക്കാൻ പറ്റാത്തതാണ്. അങ്ങനത്തെ വല്ല രംഗവും വരുമ്പോഴേക്ക് തങ്ങൾ അതീവമായി ശ്രദ്ധ പാലിക്കുന്നുണ്ട്. വിശുദ്ധിക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോഴേക്ക് തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം എത്രയുണ്ട് ഹദീസിൽ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, സർവ്വ അമ്പിയാക്കളും കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥാനം നൽകപ്പെടുന്ന മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ രൂപത്തിലുള്ള ഏറ്റവും ഹൃദയാനന്ദകരമായ സന്തോഷകരമായ ഒരു ഭാഷ
വിശുദ്ധ ഖുർആനിൽ മറ്റു സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വാഹിബിനോട്, അവിടുത്തെ കൂട്ടുകാരനോട്, അവിടുത്തെ സുഹൃത്തായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കരുത്, വിഷമിക്കരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പൊ അല്ലാഹുവിനോട് കൂടെ ചേർത്തി പറയാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചെറിയൊരു സ്ഥാനമല്ല, വലിയൊരു സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അവർക്ക് പ്രത്യേകം കാവലും സഹായവും മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായി അല്ലാഹു നൽകുന്നുണ്ട്. ആ പ്രത്യേക കാവലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കിട്ടിയ വലിയ ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണല്ലോ. ഇത് വലിയൊരു സ്ഥാനത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് അസഭ്യം പറഞ്ഞു, ധാരാളം പറഞ്ഞു. അയാൾ അങ്ങനെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു വശത്തും ഇരിക്കുന്നുണ്ട്. ഒന്നും തങ്ങൾ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാൻ തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ല, അവിടെ ഒരു വിശുദ്ധമായ ശൈലി പഠിപ്പിക്കാനാണ് തങ്ങൾ ഇരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾ അങ്ങനെ പറഞ്ഞ് കുറെ എത്തിയപ്പോൾ അയാൾ പറച്ചിൽ നിർത്തി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞ അതേ ഭാഷയിലാണോ? അല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റങ്ങ് പോയി. ഇത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ അതിശയിച്ചു. എന്താ പരിപാടി? എന്നെ അയാൾ അങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഒരു കണക്കില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അപ്പുറത്തിരുന്നത് അങ്ങനെ കേൾക്കുന്നത്. അയാളുടെ പറച്ചിൽ നിർത്തിയപ്പോ അയാളിൽ വന്ന ആ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഞാൻ തിരുത്തൽ എന്ന നിലക്ക് മറുപടി കൊടുക്കുമ്പോ തങ്ങൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതെന്താ പരിപാടി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറച്ചിൽ നിർത്തി വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ നടന്നു. ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അത് കാതോർത്തുകൊണ്ടിരുന്നല്ലോ. ഞാൻ അതിന് മറുപടി പറയുമ്പോഴേക്ക് തങ്ങൾ എഴുന്നേറ്റ് പോയി കളഞ്ഞല്ലോ. ഒന്നുമല്ല സിദ്ദീഖേ, ഞാൻ അവിടുന്ന് വരാനുള്ള കാരണം ഒരു പരിശുദ്ധിയുടെ കുറവ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ മനുഷ്യൻ നിങ്ങളെ അസഭ്യം പറയുമ്പോ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ തലക്ക് മീതെ ഒരു മലക്കുണ്ട്. ആ മലക്ക് ശരിയായ ഭാഷയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ മലക്ക് അസ്തമിച്ചു പോയി. അപ്പൊ ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയതാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുരിളൂൻ. വേണ്ടാത്ത ഒരു രീതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്നൊരു സ്വഭാവം, മാറിക്കളയുന്നൊരു സ്വഭാവം, അതിലകപ്പെട്ടു പോയി എന്തുണ്ട് എന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കാതെ, എന്തുണ്ട് എന്ന് ആലോചിക്കട്ടെ എന്ന് കരുതാതെ മാറിക്കളയുന്ന ഒരു സ്വഭാവം സ്വീകരിക്കുക. അതെ, ഇങ്ങോട്ടൊരാള് തെറി പറഞ്ഞാലും അങ്ങോട്ട് തെറി പറയാതെ മാറി നിൽക്കുന്നതും ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ പെട്ടിട്ടുണ്ട്. ഞാൻ തഫ്സീറുകൾ ഓരോന്നും വായിക്കുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരാള് നിന്നോട് പറഞ്ഞത് സെക്സ് കലർന്ന ഭാഷയിലാണെങ്കിൽ തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കലാണ് ബുദ്ധി. കാരണം അയാളെപ്പോലെ നീ തരം താഴ്ന്നു പോകരുത്. നീ നല്ല ലക്ഷണത്തിന്റെ ഉടമയാകണം. എന്താ നിനക്കുണ്ടാകേണ്ട ലക്ഷണം? വല്ലദീനഹും അനിൽ ലഗ്വി മുരിളൂൻ. അയാളാ പറഞ്ഞതുപോലെ പറയാൻ ഞാനില്ല. അയാളാ പറഞ്ഞതുപോലെ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ അതിനില്ല എന്ന് ചിന്തിക്കുക. അതാണ് ഉത്കൃഷ്ടമായ സ്വഭാവം. അത് ഏത് ഭാഷയിൽ വന്നാലും. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ കൂട്ടത്തിൽ കറുകറുത്ത സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. കറുത്തവരാരും വിഷമിക്കണ്ട, ഒരുപാട് നേതാക്കൾ അവർക്കുണ്ട്. അതിൽപ്പെട്ടൊരു നേതാവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു.
ഞാൻ കറുത്ത ആളായി പോയി എന്നുള്ളതുകൊണ്ട് ആർക്കും സങ്കടം വേണ്ട. കറുത്ത മഹാൻ തന്നെയാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. കറുകറുത്തിരിണ്ട വലിയ മഹാൻ തന്നെയാണ് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കറുത്തവരൊന്നും വിഷമിക്കണ്ട, പിൻബലത്തിന് ഒരുപാട് നേതാക്കളുണ്ട്, വലിയ വലിയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും തർക്കം കൂടുമ്പോ ഒരു വിഷയത്തിൽ സംസാരം കൂടുതലായി രൂക്ഷമായി വന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഒരു ഭാഷ, അറിയാത്തത്ര സുഖകരമല്ലാത്തൊരു ഭാഷ ഓവർടേക്ക് ചെയ്തു വന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇബ്ന സൗദാ, കറുത്ത പെണ്ണിന് ജനിച്ച പുത്ര എന്നാണ് നേർക്ക് നേരെ അതിന്റെ അർത്ഥം. അതിൽ ഒരു വർണ്ണത്തെ ആക്ഷേപിക്കുന്ന ഒരു ശൈലിയുണ്ട്. വർണ്ണത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അത്രയും കണിശമായി പറഞ്ഞിട്ടുണ്ട്. വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാൻ, ഭാഷയുടെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാൻ പാടില്ല. അതിലൊന്നും അല്ല കടമ്പിരിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ വാക്കുതർക്കങ്ങളൊന്നും കൂടുന്നത് വെറുതെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വാക്ക് വിളിച്ചപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനവർകളും പ്രഗൽഭനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം, ഏറ്റവും കൂടുതൽ നാളെ ആഖിറത്തിൽ സാക്ഷികളായി വരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉച്ചത്തിൽ ശബ്ദിച്ചതിന്റെ പേരിൽ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. ഉപകരണങ്ങളുടെ സഹായമില്ലാതെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി വിളിച്ചിരുന്നത്. ആ വാങ്കൊലിയുടെ ദൈർഘ്യം എത്ര ദൂരത്തേക്കെത്തും? ഹദീസിൽ പറയുന്നത് അവാലിൽ മദീന, അവാലിൽ മദീന എന്ന് പറയുന്ന പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ എത്തും. ഇന്ന് നമ്മൾ മേപ്പെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവാലിൽ മദീന 20 കിലോമീറ്റർ ചുറ്റളവാണ് മദീനയുടെ. ഈ 20 കിലോമീറ്റർ ചുറ്റളവിലേക്ക് എത്തുന്ന സുന്ദരമായ ശബ്ദത്തിന്റെ പ്രതീകമാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. മക്കയിൽ ജനിച്ച ആളല്ല, ഹബശയിൽ ജനിച്ച് മക്കയിൽ വന്ന് താമസമാക്കിയതാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഭാഷയിൽ അധിക്ഷേപിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ടു. അതുപോലെ ഒരു വാക്ക് പറയാൻ അബൂദറുൽ ഗിഫാരി തങ്ങൾ നിർബന്ധിപ്പിച്ചു. പക്ഷേ ഞാനത് പറയൂല. അവിടെയാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുരിദൂൻ. സുഖകരമല്ലാത്ത സംസാരങ്ങൾ വന്നാൽ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നവരാണ് വിശ്വാസികൾ. അതേ ഭാഷയിൽ പറയാതെ മാറിക്കളയുന്നവരാണ് മുഅ്മിനുകൾ. അള്ളാഹു വിജയിച്ചവരുടെ അടയാളങ്ങൾ പറഞ്ഞതിൽ മൂന്നാമത്തതല്ലേ നമ്മൾ എണ്ണുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, ബിലാൽ റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങൾ വിളിച്ചു, അബൂദറുൽ ഗിഫാരി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങളെ പറഞ്ഞ വാക്ക്? ഇന്നകംറുൻ ഫീക ജാഹിലിയ്യ. അബൂദറേ, നിങ്ങൾക്ക് ജാഹിലിയ്യ സ്വഭാവം ഒത്തിരി ബാക്കിയുണ്ടോ നിങ്ങളെ കൽബിൽ? ജാഹിലിയ്യ സ്വഭാവമുണ്ടോ നിങ്ങളെ കൽബിൽ ഇപ്പോഴും? കാരണം നിങ്ങൾ നിറത്തിന്റെ പേരിലല്ലേ ആക്ഷേപിച്ചത്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടിക്കുന്നു. എങ്ങനെയാ പൊരുത്തപ്പെടിക്കുന്ന രൂപം എന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു. വാക്കാൽ അതുകൊണ്ട് നിർത്തിയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലേ, നിങ്ങളെ ഈ കറുത്ത തിരുപാദം ഒന്ന് പൊക്കിയെടുത്ത് എന്റെ കവിളിൽ വെക്കുന്നത് വരെ എന്റെ മനസ്സിന് തൃപ്തി വരികയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കാലൊന്നും അങ്ങനെ കവിളിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്നില്ല. അല്ലല്ല, നിങ്ങളെ ഞാൻ വിടൂല. എനിക്ക് നിങ്ങൾ സർവസമ്മതനാണ്. ഞാൻ അങ്ങനെ ദേഷ്യത്തിന്റെ രൂപത്തിൽ ഒരു വാക്ക് എന്നിൽ നിന്ന് മുന്തിപ്പോയതാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ കാലെടുത്ത് എന്റെ കവിളിലേക്ക് ഞാനൊന്ന് വെക്കട്ടെ. നിങ്ങളെ ഈ കാലിന് അത്രമാത്രം പവിത്രതയുണ്ട്. കഅബത്തുൽ മുശറഫയുടെ മുകളിൽ കയറി മറ്റെല്ലാ സ്വഹാബിമാർക്കിടയിലും നിങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകി വാങ്ങി വിളിപ്പിക്കാൻ കഅബയുടെ മുകളിൽ കയറ്റിയ കാലാണിത്. മദീനത്തെ പള്ളിയിലെ ഉയർന്ന പ്രതലത്തിൽ നിന്ന് വാങ്ങി വിളിക്കാൻ ഏറെ ആളുകൾ വന്നിട്ടും നിങ്ങൾക്ക് മാത്രം സ്ഥാനം തന്ന് ആ സ്ഥാനത്തേക്ക് ഉയർത്തി നിങ്ങൾ വാങ്ങി വിളിച്ച കാൽപാദമാണ്, വാങ്ങി വിളിക്കാൻ വേണ്ടി കയറി നിന്ന കാൽപാദമാണിത്. ആ കാലെടുത്തിട്ട് എന്റെ കവിളിലൊന്ന് വെക്കട്ടെ, എന്നാലേ എനിക്ക് തൃപ്തിയാകൂ. ഒരുപാട് തവണ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിക്കാൻ നിന്നിട്ടും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പൂർണ്ണ പൊരുത്തം കിട്ടാൻ വേണ്ടി മഹാനവറുകൾ അവിടെ തന്നെ പിടിച്ചു വെച്ച് നിന്നു.
അവസാനം ഗത്യന്തരം ഇല്ലാതെയായപ്പോ മഹാനവറുകളൊന്ന് പൊക്കിക്കൊടുത്തു. ആ കാൽപാദമെടുത്ത് കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. നിങ്ങളെ കൽബിൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു കറയും ഉണ്ടാകരുത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. തിരിച്ചു പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ വാചകങ്ങളില്ലാഞ്ഞിട്ടല്ല, ഭാഷ അറിയാഞ്ഞിട്ടല്ല, തിരിച്ചു പറയൽ എങ്ങനെയെന്ന് തിരിയാഞ്ഞിട്ടല്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, പറഞ്ഞാൽ അങ്ങനെ തന്നെ മറുപടി പറയണം എന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അയാള് ഭക്ഷിച്ചതല്ലേ അയാള് വിസർജിക്കുക, അയാള് പഠിച്ചതല്ലേ അയാള് പാടുക, അയാളെ സംസ്കാര ശൂന്യതയല്ലേ അയാളിൽ നിന്ന് നിർഗളിക്കുക. അയാളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഞാനൊരു മുഅ്മിനാണ്, ഞാനത് പറയാനില്ല. അയാള് പറഞ്ഞ അതേ ഭാഷയിൽ പ്രതികരിക്കാനും ഞാനില്ല. സുഹൃത്തുക്കളെ, ഈ വിഷയം പറയുമ്പോ എനിക്കിവിടെ കാര്യമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയം ഉണ്ട്. അതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത്. നാട്ടിൻ പുറങ്ങളിൽ അനാവശ്യ രംഗങ്ങൾ കാണുമ്പോ ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മൾ അതിന് കൊടി പിടിച്ചു പോയിട്ട് അവിടെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാതിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മുഅ്മിനിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സദസ്സ് നിങ്ങളേതും കൂട്ടിക്കോളും. ഒരു വിശ്വാസിക്ക് സംബന്ധിക്കാൻ പറ്റാത്ത ഒരു സംഗമം, അവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നിലക്കും കാഴ്ചക്കാരായി നിൽക്കരുത്. അവിടെ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് നമ്മൾ അറിയിക്കരുത്. ഞാനും അവിടെ കാണാനുണ്ടായിരുന്നു എന്ന് വരരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, എന്റെ ശേഷം നിങ്ങൾ 6 ആളുകളിൽ നിന്ന് ഖുർആൻ സ്വീകരിച്ചു പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരെടുത്ത് എണ്ണി പറഞ്ഞവരിൽ ഒരു വലിയ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എങ്ങനെയാണ് ഓത്തു പഠിക്കേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിത്തരും പോലെ പഠിച്ചോളൂ. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. മഹാനവറുകൾ പറയാറുണ്ട്, വിശപ്പിന്റെ പേരിൽ തങ്ങളെ കൂടെ നടന്നപ്പോൾ കിട്ടിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഒരായത്ത് വന്നാൽ ആ ആയത്ത് ഇന്നടത്ത് വെക്കണം. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതാണ്, ആ ആയത്തിന്റെ ശേഷം അടുത്ത ആയത്ത് ഇതാണ്, ആ സൂറത്തിന്റെ ശേഷം അടുത്ത സൂറത്ത് ഇതാണ് എന്ന് വ്യക്തമായി പഠിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അസാൻമാർഗികമായ രംഗങ്ങൾ കണ്ടപ്പോൾ മാറിക്കളഞ്ഞ ഒരു ശൈലിയുണ്ട്. അതുപോലത്തെ മാന്യതയുടെ ശൈലിയാ നമുക്ക് വേണ്ടത്. മർറ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിലഹ്വിൻ മുസ്രിആ, വിനോദമയമായ ഒരു പരിപാടി നടക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി. ഒന്ന് ചവിട്ടിയിട്ടൊന്ന് ബ്രേക്ക് ഇട്ടിട്ടൊന്ന് നോക്കിയോ? നോക്കിയില്ല. ആരോടെങ്കിലും ചോദിച്ചോ? ചോദിച്ചില്ല. മുസ്രിഅൻ, ജടുതിയിൽ അങ്ങ് മുന്നോട്ട് പോയപ്പോൾ പിറ്റേന്ന് കണ്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് നേരം വെളുത്തത് ലകരീമാ, വലിയ മഹത്വമുള്ള വ്യക്തിയായിട്ടാണ്, വലിയ മാന്യതയുള്ള വ്യക്തിയായിട്ടാണ്. എന്തേ കാരണം? ഇന്നലെ രാത്രി അനാവശ്യം നടക്കുന്ന, വിനോദം നടക്കുന്ന, മുഅ്മിനിന് സംബന്ധിക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ പരിസരത്തുകൂടെ പോയപ്പോ ഒരു സെക്കൻഡ് അവിടെ നിന്ന് കൊടുത്തില്ല, അതിലേക്കൊന്ന് തിരിഞ്ഞു കൊടുത്തില്ല, അതെന്താണെന്ന് അന്വേഷിച്ചില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അത്തരത്തിൽ വല്ല രംഗങ്ങളും നടമാടുമ്പോ വിശ്വാസികളെ, വിശ്വാസിനികളെ നേരത്തെ തന്നെ മാറ്റിയൊരുങ്ങിയിട്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ അവിടെ നമ്മൾ ഒരുങ്ങരുത്. അതൊക്കെ ഞങ്ങൾക്കൊക്കെ പറ്റിയതാണെന്ന രീതിയിൽ പോകരുത്. വിശദമായി പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ്. അപ്പൊ ആ തരത്തിലുള്ള രംഗങ്ങൾ
പീഡനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വഭാവമാണ്. അതേ, അനാവശ്യം പറയുന്നിടത്ത് നമ്മൾ ഇരുന്ന് കേട്ടുകൊടുക്കരുത്. അതേ, സെക്സ് പറയുന്നിടത്ത് ഇരുന്ന് കേട്ടുകൊടുക്കരുത്. ഇതൊക്കെ കേൾക്കാൻ ചിലർക്ക് വലിയ ഹരമാണ്, വലിയ രസമാണ്. അതേ രൂപത്തിൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള സംഗീത നിശകൾ നടക്കുമ്പോ, അതേ സംഗീതത്തിന്റെ രാത്രികൾ നടക്കുമ്പോ അനുവദനീയമല്ലാത്ത രൂപത്തിൽ അനാവശ്യപരമായിട്ടുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ട് അവിടെ ആളുകൾ കൂലം കുത്തി ഒഴുകുകയാണെങ്കിലും ഈ നാട്ടിലുള്ള 99.25 അരക്കാൽ ആളുകൾ മൊത്തം പോയാലും ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വല്ലദീനഹും അനിൽ ലഗ്വി മുരിദൂൻ, ഈമാനിന്റെ സ്വഭാവമുള്ള വിജയിച്ചവരുടെ സ്വഭാവമുള്ള ഒരു മെമ്പറെങ്കിലും നാട്ടിലുണ്ടല്ലോ എന്നൊരു പരിഗണന അല്ലാഹു മൊത്തത്തിൽ വെച്ചേക്കും. അല്ലെങ്കിലോ എല്ലാവരും അതിൽ കൂപ്പുകുത്തിയാൽ, അല്ലെങ്കിൽ അക്തറുന്നാസും അതിൽ പെട്ടുപോയാൽ റബ്ബിന്റെ അദാബ് വരുന്ന വഴി നമ്മൾ തെരഞ്ഞാൽ കാണൂല. പരിഗണന അല്ലാഹു മാറ്റിക്കളയുന്നത് അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? തങ്ങൾ ഒരു ദിവസം രാത്രി എഴുന്നേറ്റിട്ട് തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിൽ അറബ്, വൈലുൽ ലിൽ അറബ് മിൻ ശർറിൻ ഖദ് ഇഖ്തറബ്. ഇതാ അറബികൾക്ക് മൊത്തം ഒരു നാശം വരാനിരിക്കുന്നു. ആ നാശം അടുത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞതുപോലെയുള്ള കാലങ്ങൾ ഇനിയില്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എന്താ നാശം എന്നറിയോ? ഫുത്തിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ മിസ്ലു ഹാദാ. തങ്ങൾ ഇങ്ങനെ അവിടുത്തെ തള്ളവരലും അവിടുത്തെ ചൂണ്ടുവരലും ഇങ്ങനെ വട്ടമാക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഫുത്തിഹൽ യൗം, ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു യഅജൂജ് മഅജൂജിനെ ഭദ്രമാക്കി കെട്ടിവെച്ച ആ വലിയ ഭിത്തിയിൽ നിന്ന്. ഇരുമ്പിൻ കഷ്ണങ്ങളെ കൊണ്ട് ഉരുക്കി വാർത്തു വെച്ച ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തിയ വലിയ ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ നിന്ന് ഒരു ചെറിയ വട്ടം ഇതാ തുറന്നിരിക്കുന്നു. അവര് പുറത്തു വരാൻ സമയം അടുത്തായിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് സൂചന നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് കിടക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ചോദിച്ചു, അല്ല നബിയേ, അനുഹുലകു വഫീന സ്വാലിഹൂൻ, നല്ല ആളുകൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾക്കൊക്കെ നാശം വരുമോ? നല്ലവര് എന്ന് കരുതപ്പെടുന്ന ആളുകൾ പലരും ഞങ്ങളെ കൂട്ടത്തിലില്ലേ, ഞങ്ങൾക്കൊക്കെ നാശം വരുമോ, അദാബ് വരുമോ, ശിക്ഷ വരുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതെ, ശിക്ഷ വരും സൈനബേ. ഇദാ കസുറൽ ഖബസു, ഉച്ചനീചത്തങ്ങൾ വർദ്ധിച്ചാൽ. കഴിഞ്ഞ കൊല്ലം അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോകാത്തവർ ഇക്കൊല്ലം പോയി, ഇക്കൊല്ലം പോകാത്തവരും അടുത്ത കൊല്ലം പോയി, പിറ്റത്തെ കൊല്ലം പോയി നോക്കുമ്പോ പോകാത്തവരായിട്ട് ആരും ഗണിക്കാവുന്നവരില്ല. അങ്ങനെ അങ്ങോട്ട് അനാവശ്യങ്ങൾ പെറ്റുപെരുകി വർദ്ധിച്ചാൽ ഒന്നോ രണ്ടോ നല്ലവർക്കുള്ള പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും. നാട്ടിലുള്ള ശുഹദാക്കളെ പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും. നല്ല നല്ല ആലിമീങ്ങൾ അന്തി ഉറങ്ങുന്നില്ലേ, അവരെ പരിഗണിക്കുന്ന പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും. വാക്കിനും നോട്ടത്തിനും അല്ലാഹു വലിയ സ്വീകാര്യത കൽപ്പിച്ച സ്വാലിഹീങ്ങളില്ലേ, അവരെ പരിഗണിക്കുന്ന പരിഗണന എടുത്തു മാറ്റിക്കളയും. സ്വാലിഹീങ്ങളെ പരിഗണിക്കുന്ന പരിഗണന എടുത്തു മാറ്റിയാലോ റബ്ബിന്റെ അദാബിന്റെ വേഗത അളക്കാൻ ലോകത്ത് ആർക്കും സാധിക്കൂല. മൂന്നാമത്തെ അടയാളം ഇച്ചിരി വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ അവിടെ ചുരുക്കുകയാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുരിദൂൻ, വേണ്ട വൃത്തികളെ തൊട്ട് മാറിക്കളയാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അവിടെയാ നിങ്ങൾ നോക്കൂ, ഒരു രംഗം കാണുമ്പോ കാണാൻ പറ്റാത്തതാണെന്ന് പറയുമ്പോ മുഖം തിരിക്കാനുള്ള കഴിവ് വലിയ കഴിവാണ്. മുഖം തിരിക്കാനുള്ള കഴിവ് കാണാൻ പറ്റാത്തതാണ് ഉറപ്പാ, ഒരു സംശയമില്ലതിൽ. മുഖം തിരിക്കാനുള്ള ഒരു കഴിവില്ലേ, മുഅ്രിദൂൻ, മാറിക്കളയാനുള്ള കഴിവില്ലേ, ഇത് വലിയ കഴിവാണ്. ചില്ലറ കഴിവൊന്നുമല്ല, വലിയ കഴിവാണ്. അതുകൊണ്ടാണ് ചില രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടൊക്കെ വല്ലാതെ പേടിക്കണം, നിങ്ങൾ മാറിക്കളയണം. സമൂദ് ഗോത്രക്കാരെയും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെയൊക്കെ നശിപ്പിച്ച സ്ഥലത്തുകൂടെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരു മുണ്ടിട്ടിട്ട് ശരിക്ക് തലയും മുഖവും ഇങ്ങനെ പൊതഞ്ഞിട്ട് സ്പീഡിൽ തല താഴ്ത്തിയിട്ടാ തങ്ങൾ നടന്നുപോയത്.
എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇവിടെ ഒന്ന് ഒരു മിനിറ്റ് നിന്നിട്ട് പരിസരത്തേക്ക് നോക്കാൻ പോലും പറ്റൂല. ഒരു സെക്കൻഡ് അവിടെയുള്ള കിണറുകളിൽ നിന്നൊന്നും വെള്ളമെടുക്കരുത് എന്ന് വരെ സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു. ഈ കൽപ്പന എത്തുന്നതിന്റെ മുമ്പ് ചില ആളുകളൊക്കെ വെള്ളമെടുത്തിട്ട് പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കിയിരുന്നു. അതൊക്കെ വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമാണത്. അതുകൊണ്ട് അവിടെ താമസിക്കാനോ കുറച്ചു നേരം നിന്നിട്ട് ആസ്വദിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാനോ പറ്റൂല. പെട്ടെന്ന് അവിടുന്ന് മാറിക്കളയണം. ഇതേ രൂപമാണ് അനാവശ്യങ്ങൾ പെരുകുന്നിടത്ത് നമ്മളെങ്ങനെ നിൽക്കുമ്പോ എന്തിനാ നീ അവിടെ നോക്കി നിന്നത്, അതുകൊണ്ടല്ലേ നീയും ശിക്ഷയിൽപ്പെട്ടത് എന്ന് പറയൂലേ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പാതിരാത്രിയിൽ അത്താഴത്തിന്റെ നേരത്ത് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറയുമ്പോ റബ്ബ് തആല പറഞ്ഞൊരു നിർദ്ദേശമുണ്ട്, വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്. ലൂത്ത് നബിയെ, നിങ്ങൾ പോകുമ്പോ വലിയ ശബ്ദം കേൾക്കും, തിരിഞ്ഞു നോക്കിയേക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ഇവന്മാരോട് നിങ്ങൾക്ക് അനുകമ്പുണ്ടെന്ന് വരും. തിരിഞ്ഞു നോക്കരുത്, ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. പക്ഷെ തിരിഞ്ഞു നോക്കും, ഇല്ലംബ്രാത്ത് നിങ്ങളെ ഭാര്യ തിരിഞ്ഞു നോക്കും. കാരണം ഭാര്യക്ക് നിങ്ങളിലല്ല വിശ്വാസമുള്ളത്, സ്നേഹമുള്ളത് അവരിലാണ്. ഈ ഫിത്നക്കാരായ സമൂഹത്തിന് ഒത്താശ ചെയ്യുന്ന പണിയാണ് ആ ഭാര്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കും. ഇന്നഹു മുസീബുഹാ മാ അസാബഹും, ആ ജനതക്ക് വന്നു ഭവിക്കുന്ന ശിക്ഷ ഭാര്യക്കും വരും, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ലൂത്ത് നബി അലൈഹിസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട 2 പുത്രിമാരും നടന്നുപോയി. വലിയ ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി ഭാര്യ. അപ്പൊ ശിക്ഷിക്കപ്പെടുന്ന, അരുതായ്മകളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് മാനസികമായിട്ട് എന്റെ നാട്ടുകാരല്ലേ ശിക്ഷിക്കുന്നത്, എന്റെ കൗമല്ലേ ശിക്ഷിക്കുന്നത് എന്ന തരത്തിൽ പോലുള്ള ഒരു സപ്പോർട്ട് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ടങ്ങ് നീങ്ങണം. ലൂത്ത് നബി അലൈഹിസ്സലാം ശബ്ദം കേട്ടു, ഘോര ശബ്ദമാ കേട്ടത്. കാരണം ഇതിങ്ങനെ പൊക്കി 8 നഗരങ്ങളെ, സദൂം എന്ന വലിയ നഗരത്തിനോട് പരിസരത്ത് ഒട്ടി നിൽക്കുന്ന 7 നഗരങ്ങളടക്കം 8 നഗരങ്ങളെ പൊക്കി പിടിച്ചിട്ട് താഴോട്ട് മറിച്ചിടല്ലേ, എത്രമാത്രം ശബ്ദം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഞാനിങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ ശബ്ദം കേട്ടു പുറത്തേക്ക് ഓടി. അത് എത്ര അപ്പുറത്ത് ഭൂമിക്കടിയിൽ പൊട്ടിയ ശബ്ദമാണ് ഇത്രയും വലിയ ഉച്ചത്തിൽ കേട്ടത്. ശബ്ദം കേട്ട സ്ഥലങ്ങളൊന്നും അവർ പോയി പരിശോധിച്ച് കണ്ടിട്ടില്ല. ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോ ശബ്ദം കേട്ടിട്ട് എന്റെ മക്കളെയും കൂട്ടി പൊരന്റെ പുറത്തേക്ക് ഓടി നോക്കുമ്പോ എല്ലാവരും കൂടി കരയുന്നതാ കണ്ടത്. എവിടെയാണ് ആ ശബ്ദം ശബ്ദിച്ചത്? എത്ര അടിയിലാണ് ആ ശബ്ദം ശബ്ദിച്ചത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ റബ്ബിന്റെ അദാബ് വരുമ്പോ സ്വന്തം നാട്ടുകാരല്ലേ എന്ന നിലക്ക്, കുടുംബക്കാരല്ലേ എന്ന നിലക്ക് പോലും ലൂത്ത് നബി അലൈഹിസ്സലാമെ നിങ്ങൾ ഒരു സപ്പോർട്ട് അവരോട് ഉണ്ടാകരുത്. കാരണം അവർ ശിക്ഷക്ക് വിധേയമാക്കപ്പെടേണ്ട അത്രയും അരുതായ്മകളിൽ മുഴുകിയ ഒരു ടീമാണ്. നിങ്ങൾ ആ നിലക്ക് പോലും അവരോട് സമ്പർക്കം പുലർത്താൻ പാടില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യത്തിന്റെ ആളുകളുമായിട്ട് കൂട്ടുകെട്ടാൻ പാടില്ല. മാറി ചിന്തിക്കണം. ദുസ്വഭാവികളുമായിട്ട് കൂട്ടുകെട്ടാൻ പാടില്ല. അനാവശ്യ രംഗങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഉണ്ട്. ആ ഉപകരണങ്ങളിൽ അനാവശ്യ രംഗങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമുള്ളവരാണ് മുസ്ലിം സഹോദരീ സഹോദരന്മാർ. അത്തരത്തിലുള്ളത് വരുമ്പോ നിങ്ങളെ കൈകൊണ്ടമർത്തരുത്. നിങ്ങൾ മാറിക്കളയാനുള്ള ബോധ്യം വേണം നമുക്ക് ഓരോരുത്തർക്കും. ഒരു വാല് വരുന്നു, ആ വാലിന്റെ തൊട്ടപ്പുറത്ത് വരുന്നത് കോമഡിയാണെങ്കിൽ, സിനിമയാണെങ്കിൽ, സെക്സ് ആണെങ്കിൽ എല്ലാം കണ്ടു തുലയുന്നവരാകരുത്. നല്ലതിനോട് മാത്രം ആഭിമുഖ്യം പുലർത്തുകയും തിന്മയോട് ശരിക്കൊരു തിരോധാനത്തിന്റെ രൂപത്തിൽ മാറിക്കളയുന്നൊരു സ്വഭാവം വെച്ച് പുലർത്തുകയും വേണം. മുഅ്രിദൂൻ, നോക്കാതെ മാറിക്കളയുക, പിന്തിരിഞ്ഞു കളയുക, അതിലേക്ക് ചെറിയൊരു സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുക. അല്ലാഹ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, 4ാമത്തെ വസ്ഫാണ് പറയുന്നത്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരാണ്. 2 തഫ്സീറാണ് ആയത്തിനുള്ളത്. ഒരു തഫ്സീർ അങ്ങനെയാണ്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, മനസ്സ് സംസ്കരിക്കാൻ, സ്വഭാവം സംസ്കരിക്കാൻ, മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മാറാൻ, മനസ്സിന്റെ കീടങ്ങൾ മാറി
മാറിക്കിട്ടാനുള്ള സംസ്കരണ പ്രക്രിയകളുണ്ടല്ലോ, പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഫായിലൂൻ, അത് ചെയ്യുന്നവരാണ്. മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ഈ മനസ്സുകളൊക്കെ, ഖൽബുകളൊക്കെ അതിന് തുരുമ്പ് ബാധിക്കും, ഇരുമ്പിന് തുരുമ്പ് പിടിക്കും പോലെ. സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ആ തുരുമ്പൊന്ന് നീക്കിക്കളയാൻ എന്തുണ്ട് മാർഗം? തങ്ങൾ പറഞ്ഞു, കസറത്തു ദിക്രില്ലാഹ് വ തിലാവത്തിൽ ഖുർആൻ. ദിക്ർ വർദ്ധിപ്പിക്കുകയും ഖുർആനോത്ത് പെരുപ്പിക്കുകയും വേണം. നല്ലോണം ദിക്ർ, മനസ്സറിഞ്ഞിട്ടുള്ള ദിക്ർ ചൊല്ലുക. മനസ്സറിഞ്ഞിട്ട് ചൊല്ലുന്നത് ഒരു 10-33 ആണെങ്കിലും അത് കഴമ്പുള്ളതാണ്. മനസ്സറിഞ്ഞിട്ട് അത്താഴത്തിന്റെ നേരത്തൊക്കെ നല്ല മനസ്സറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. മനസ്സറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഉറങ്ങി തൂങ്ങിയിട്ടുള്ള ഇസ്തിഗ്ഫാർ അല്ല പറഞ്ഞത്, അതെമ്പാടും നടക്കുന്നുണ്ട്. അതിലൊരു കഴമ്പൊന്നുമില്ല. കാര്യമായിട്ട് ഒരുപക്ഷെ ചെല്ലിനുള്ള സുന്നത്തായ കൂലിയും കിട്ടിയെന്ന് വരും എന്ന് പറയാം. ഒന്നുമില്ല എന്ന് പറയേണ്ട, സുന്നത്തായ കൂലിയും കിട്ടിയെന്ന് വരും. പക്ഷെ മനസ്സുണർത്തണ്ടേ? മനസ്സുണർത്താൻ ശരിക്കും മനസ്സിനെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിന് ബോധത്തോടു കൂടെയുള്ള ദിക്ർ. അത്താഴത്തിന്റെ നേരത്തേക്കുള്ള ഇസ്തിഗ്ഫാറിന് എത്രമാത്രം വലിയ കുളിർമയുണ്ട്. അത്താഴത്തിന്റെ നേരത്തെ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വിശ്വാസികളെ പറഞ്ഞിടത്തൊക്കെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ആൽ ഇംറാൻ സൂറത്തിലും വിവിധ സൂറത്തുകളിൽ കാണാം, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ നേരത്തെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ. കാരണം മനസ്സ് ഏറ്റവും കൂടുതൽ ശാന്തമായി നിൽക്കുന്ന ഒരു രംഗമാണ്. ഉറങ്ങി, ഉറക്കമൊക്കെ കിട്ടി, ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടി, ഇപ്പൊ ശരിക്കും ഉളുവൊക്കെ എടുത്ത് പിന്നെയും ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചുടുവെള്ളമോ കട്ടൻ ചായൊക്കെ കുടിച്ച് നല്ലൊരു ഉണർവൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല ഉളുവൊക്കെ എടുത്ത് ഇയാൾ നിസ്കരിക്കാൻ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആരുടെയും ശബ്ദകോശങ്ങളൊന്നും ഇല്ലാത്ത നേരത്ത് മനസ്സ് തിരിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ശരിക്കും മനസ്സറിഞ്ഞു ചൊല്ലുന്ന ഇസ്തിഗ്ഫാറില്ലേ, മനസ്സ് ശുദ്ധമാക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലിയാണത്. ഖുർആൻ ധാരാളമായി ഓതണം, തെറ്റില്ലാതെ ഓതാനുള്ള കഴിവ് ആർജിക്കണം, എന്നിട്ട് ധാരാളം ഖത്മു തീർക്കണം. സഹോദരിമാരെ, മുമ്പത്തേക്കാളേറെ സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഒരിക്കലും റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിന് മടിയായിട്ട് അലസമായിട്ട് തള്ളി നീക്കാനുള്ള കാരണങ്ങളാകരുത്. പഴയകാലത്തെ ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര് കഠിനാധ്വാനം ചെയ്തിട്ടല്ലേ വെള്ളം കോരിയെടുത്തത്. അതെ, അവര് അരച്ചുകൂട്ടിയതൊക്കെ കയ്യിൽ എത്രമാത്രം തണർപ്പ് ബാധിച്ചിരുന്നു, എത്രമാത്രം പ്രയാസപ്പെട്ടായിരുന്നു അലക്കിയിരുന്നത്, എത്രമാത്രം പ്രയാസപ്പെട്ടായിരുന്നു അവര് പൊടിപൊടിച്ചിരുന്നത്, എത്രമാസം പ്രയാസപ്പെട്ടായിട്ടായിരുന്നു വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഇപ്പോൾ ഒരു നേരത്തെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് 1.5 മണിക്കൂർ സമയമാണെന്ന് സങ്കല്പിച്ചോളൂ. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. എന്നാൽ അത് മുമ്പുള്ള സമയങ്ങളിലൊക്കെ ആ 1.5യുടെ ഇരട്ടി കൂട്ടണം, ഒരു 4.5 മണിക്കൂർ വേണം. അത്രയും സൗകര്യങ്ങൾ കുറഞ്ഞ കാലമായിരുന്നു. അന്ന് ആ സൗകര്യങ്ങൾ കുറവുണ്ടാകുമ്പോഴും നാവിലൂടെ നിർഗളിക്കുന്ന ദിക്റുകൾ ധാരാളം അവർ ചൊല്ലിയിരുന്നു. കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വന്നു നോക്കുമ്പോ ധാരാളം സമയങ്ങൾ ഇപ്പുറത്ത് വരുന്നുണ്ട്. അത് വെറുതെ തുലച്ച് കളയരുത്, വെറുതെ നശിപ്പിക്കരുത്. ആ സമയത്തോട് എങ്ങനെയാണിത് തള്ളി നീക്കുക? അതിന് ഹൃദയത്തിന് ആനന്ദകരമായി സ്വീകരിക്കാൻ വേറെന്തെങ്കിലും വഴികൾ ആസ്വദിക്കരുത്. അവിടെ ഖുർആനോത്ത് അധികരിപ്പിക്കണം. ഞാൻ എന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ളുഹർ നിസ്കരിക്കാനിരുന്നു. ഒരു ഉമ്മ തീരുമാനിക്കേണ്ടത് ളുഹർ നിസ്കരിക്കാനിരുന്നു. ഇപ്പൊ എനിക്ക് വീട്ടിൽ കാര്യമായിട്ട് ശുഗലുകളൊന്നുമില്ല, എന്നാൽ 1.5-3 മണിക്കൂർ ഖുർആൻ ധാരാളം ഓതട്ടെ. അസ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നു. തൽക്കാലം ഇപ്പൊ ചെറിയൊരു ഒഴിവ് കിട്ടിയ നേരമാണ്, തിരക്കിട്ട പണിയായിരുന്നു. അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ ശേഷം 1.5 മണിക്കൂർ നന്നായി ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. മനസ്സന്നാക്കാനല്ലേ. ഖുർആൻ അത്ര നേരം ഓതാൻ സമ്മതിക്കുമോ നമ്മൾ ആരെങ്കിലും?
അപ്പോഴേക്ക് നമുക്ക് മുമ്പൊന്നുമില്ലാത്ത തിരക്കിട്ട് വിളി അപ്പോഴായിരിക്കും വരിക. നിസ്കാരത്തിൽ വരുമ്പോൾ ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞത് ഖുർആൻ ഓതുമ്പോൾ ഒരു പേജ് കഴിയുമ്പോഴേക്ക് 10 വിളി, ഖുർആനോത്ത് നിർത്തിപ്പോയി നോക്കുമ്പോൾ ഒറ്റ വിളിയും വരുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ? ഇതെങ്ങനെങ്കിലും ഒന്ന് നിർത്തിപ്പോകാൻ എല്ലാവരും അതിനൊരുക്കാം, അതിനെല്ലാ തരം വിളികളും വരികയാണ്. അപ്പൊ മനസ്സിനെ ശരിക്ക് സെറ്റപ്പാക്കി നിർത്തിയിട്ട് വിളികളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് കുറച്ചു നേരം ഓതട്ടെ, കുറച്ചു നേരം ദിക്ർ ചൊല്ലട്ടെ. മനസ്സിനെ നന്നാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. നല്ല മഹത്തുക്കളുടെ സവിധത്തിൽ ഇടക്കിടക്ക് സന്ദർശിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവര് മഹാന്മാരെ സിയാറത്ത് ചെയ്തതുപോലെ ഞാനും നിങ്ങളും സിയാറത്ത് ചെയ്തിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ കൂട്ടിക്കോളൂ. നമ്മളെ നാട്ടിൽ എത്ര മഹാന്മാർ അന്തിയുറങ്ങുന്നുണ്ട്. എന്നും പോയി സലാം പറയുന്നവരാരാണ്? എന്നും പോയിട്ടൊരു സലാം പറയുന്നവരാരാണ്? എന്നും ഒരു നിസ്കാരം അവിടെ നിസ്കരിച്ചിട്ടൊരു സലാം പറഞ്ഞു വരട്ടെ, ഒരു കണക്ഷൻ ചിന്തിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാരാണ്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 4 കൊല്ലമല്ലേ ബഗ്ദാദിൽ കഴിഞ്ഞത്. ആ 4 കൊല്ലവും മഹാനവർകൾ പറയുന്നു, ഒരൊറ്റ ദിവസവും വിടാതെ ഇന്നി ലഅതബറകു ബിഖബരി അബി ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി കുല്ല യൗമിൻ സായിറാ. 4 വർഷത്തിൽ ഒരു ദിവസവും വിടാതെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മഹാൻ, ഇമാമുകളിൽ ഏറ്റവും വലിയ അനുയായികളുള്ള മഹാൻ, അതല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങൾക്ക് മെമ്പർമാരുള്ളതുപോലെ ഷാഫി ഇമാം തങ്ങൾക്ക് മെമ്പർമാരില്ല, ഹംബലി ഇമാമിന് മെമ്പർമാരില്ല, മാലികി ഇമാമിന് മെമ്പർമാരില്ല. ലോകതലത്തിൽ മദ്ഹബ് എടുത്ത് പരിശോധിച്ചു നോക്കൂ, അതേ 70% ഹനഫി മദ്ഹബുകാരാണ്. ഇത്രയും വലിയ ഇമാമായ ഇമാമുൽ ആദം തങ്ങൾ കിടക്കുന്നിടത്ത് എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്. ഷാഫി ഇമാം തങ്ങൾ പറയുന്നു, എല്ലാ ദിവസവും പോകുമെന്ന് മാത്രമല്ല, തൊട്ടടുത്തൊരു പള്ളിയിലുണ്ട്. ബഗ്ദാദിലല്ലേ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് നേരെ ഞാൻ മഖ്ബറന്റെ അടുത്തെത്തും. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, ഞാൻ അവിടെ വെച്ച് എന്ത് മുറാദ് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് നടക്കാത്തതായി ഒന്നുമില്ല. 4 കൊല്ലത്തെ അത്രയും വലിയ കണക്ഷന് കാരണം എന്താണെന്നറിയോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തുമ്പോഴും മദീനയിൽ എത്തുന്നതിന്റെ മുമ്പും പഠിക്കാൻ വേണ്ടി മദീനയിൽ 10 കൊല്ലം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിച്ചത്. അതിനു മുമ്പൊക്കെ അന്വേഷിക്കുന്ന ഒരു മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യനെ കിട്ടിയ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമാണ്. ഓ, നിങ്ങൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മുന്നിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളെ കാണാൻ അല്ലാഹ് എനിക്ക് തൗഫീഖ് നൽകിയല്ലോ. ആ മഹാനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ കുറച്ച് ഇൽമ എനിക്ക് പറഞ്ഞു തരണം. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഇൽമ നിങ്ങളെടുത്തില്ലേ, നിങ്ങൾ പറഞ്ഞു തരണം. ഇങ്ങനെ കിട്ടുന്ന ശിഷ്യന്മാരെ മുഴുവനും മുതലാക്കി ഇമാം മാലിക് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉസ്താദേ, അബൂ ഹനീഫ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാലിക് ഇമാം റളിയല്ലാഹുവിനോട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അനുഭവിച്ചിട്ടുമുണ്ട്. എത്രയാണ് അവിടുത്തെ ഇൽമ്? ഇമാം മാലിക് റളിയല്ലാഹു പറയാണ്, മോനെ, മദീനയിലെ ഈ തൂണ് ഇന്നും നമ്മൾ പോയാൽ കാണുന്ന വെള്ളത്തൂണില്ലേ, ഈ തൂണിലേക്ക് ചൂണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു പറയാൻ, ഈ തൂണിനെ പറ്റി അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു ഇതൊരു സ്വർണ്ണ തൂണാണ് എന്ന് സമർത്ഥിച്ചാൽ അംഗീകരിക്കേണ്ടി വരും. വേറെ ഒന്നും പറയാൻ കഴിയില്ല, റദ്ദ് ചെയ്യാൻ കഴിയൂല. അവിടുത്തെ ഇൽമിന്റെ ആഴ അത് അംഗീകരിച്ച് അടുത്ത നിമിഷം അത് സ്വർണത്തിന്റെ തൂണല്ല വെള്ളിയുടെ തൂണാന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരും. അത്രമാത്രം ഇൽമിന്റെ ഒരു ബഹറാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നാണോ മഹാനവറുകളുടെ ജനനമുണ്ടായത്? ഹിജ്റ 150 ജനിച്ച അന്നാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായത്. പക്ഷെ കാണാതിരുന്നിട്ടും നിങ്ങൾ നോക്ക്, ആത്മീയ ലോകത്തുള്ളൊരു ടച്ച് നമുക്കിവിടെ മഹത്തുക്കളോട് ടച്ച്. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, എന്നും ഹദ്ദാദ് റാത്തീബ് ഓതിയിട്ട് സർവ്വ സ്വാലിഹീങ്ങൾക്കും ഒരു ഫാത്തിഹ നമ്മൾ ഹദിയ ചെയ്യണം. അതെങ്കിലും ഒരു ബന്ധം നമ്മുടെ ഖൽബിലുണ്ടാകണം. ലികാഫത്തി ഇബാദില്ലാഹി സ്വാലിഹീന വലി വാലിദീന വലികാഫത്തിൽ മുസ്ലിമീൻ.
മുഴുവൻ സ്വാലിഹീങ്ങളെ ഹദ്റത്തിലേക്കും ഇതാ ഞാൻ നാലാമതായ ഒരു ഫാത്തിഹ ഓതുന്നു, അവരിൽ ഞാൻ മുന്തിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം പറഞ്ഞ് ഒരു ഫാത്തിഹ നാലാമതായി ഓതുന്നില്ലേ ഹദ്ദാദിൽ, അത് സർവ്വ സ്വാലിഹീങ്ങളോടും ബന്ധമുണ്ടാകാൻ വലിയൊരു നിമിത്തമാണ്. അതെങ്കിലും സ്വീകരിക്കണം. മാസത്തിലൊരു ഹദ്ദാദില്ല പോരാ, വർഷത്തിലൊരു ഹദ്ദാദില്ല പോരാ, എന്നും ചൊല്ലണം. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ റാത്തിബ. ഹദ്ദാദ് റാത്തിബ് എന്ന് പറഞ്ഞാൽ കത്തിയും കുത്തിർത്ത് കുത്തുകയാണല്ല, അത് വേറെ ഉണ്ട്. ഹദ്ദാദ് റാത്തിബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലുന്ന ദിക്റുകൾ, പതിവായി ചൊല്ലുന്ന ഹദ്ദാദ്. ആ ഹദ്ദാദ് പതിവായി ചൊല്ലണം. ചൊല്ലിയാൽ കിട്ടുന്ന വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് സർവ്വ സ്വാലിഹീങ്ങളിലേക്ക്, നമ്മുടെ മാതാപിതാക്കളടക്കം, ഉപ്പാപ്പമാരടക്കം, ഉപ്പാപ്പമാരുടെ ഉപ്പാപ്പമാരടക്കം സർവ്വ മുഅ്മിനീങ്ങളിലേക്കും ഒരു ഫാത്തിഹ എന്നും ഓതിയിട്ട് അവരെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ കൊടുക്കുമ്പോ നമുക്ക് അവരോടുള്ള സമ്പർക്കം അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരികയാണ്. അപ്പൊ ആ സമ്പർക്കം കാരണം, മഹത്തുക്കളുടെ സമ്പർക്കം അങ്ങനെ ചെറുതല്ലല്ലോ. മദീനയിലേക്ക് പോകുന്ന ആരെ കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുന്ന ആളാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സലാം പറയണം. ആരെ കണ്ടാലും പറയും എൻ്റെ ഒരു സലാം അവിടെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം കൊടുത്തയക്കുകയാണ്. ആ സലാം കൊടുത്തയക്കുന്നതിലോ വലിയ ബന്ധമുണ്ട്. സലാം കൊടുത്തയക്കുന്നത് വലിയൊരു ബന്ധത്തിന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം കൊടുത്തയച്ച സംഭവങ്ങൾ നിരവധിയില്ലേ? ഖദീജ ബീവിക്ക് അല്ലാഹു സലാം കൊടുത്തയച്ചില്ലേ? ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തിനുള്ള സ്വീകാര്യത കൊണ്ടല്ലേ അല്ലാഹു അങ്ങനെ സലാം കൊടുത്തയച്ചത്. ഈ സലാം കൊടുത്തയക്കുന്നത് ആത്മബന്ധത്തിന്റെ വലിയൊരു അടയാളമാണ്. അങ്ങനെ കൊടുത്തയച്ച സലാമിൽ എത്ര സലാം നബി തങ്ങൾക്ക് കൊടുത്തയച്ചോ, മദീനയിൽ പോകുന്ന ആരെ കണ്ടാലും സലാം കൊടുത്തയക്കും. അതുകൊണ്ടല്ലേ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയിട്ട് വിശുദ്ധമായ റൗളയുടെ ചാരത്ത് വെച്ച് ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ഓ നബിയേ, അങ്ങകലെ ഉമ്മു അബീദ ഗ്രാമത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ ഞാൻ ഈ ഭൂമി ചുംബിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുണ്ട്. ഞാനൊരു പ്രതിനിധിയായിട്ട് എന്റെ ആത്മാവിനെ വിടാറുണ്ട്. വഹാദിഹി ദൗലത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. ഓ നബിയെ, ഇപ്പൊ ഞാനിതാ നേരിട്ട് വന്നിരിക്കുന്നു. ഒരു സുവർണ അവസരമാണ്. എന്റെ ഖൽബും എന്റെ ശരീരവും മൊത്തവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവിടുത്തെ ശറഫാക്കപ്പെട്ട യമീനൊന്ന് നീട്ടിത്തരണം. അതൊന്ന് ചുംബനം വെച്ചിട്ട് എന്റെ ശരീരത്തിന് അനുഗ്രഹം കിട്ടാനാണ്. ആ ആത്മബന്ധത്തിന്റെ പേരിലല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടിക്കൊടുക്കുന്നത്. അവിതർക്കിതമായിട്ട് രേഖപ്പെടുത്തിയ സംഭവമാണല്ലോ. അല്ലാമ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു നിരവധി ഗ്രന്ഥങ്ങളിലല്ലേ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചത്. മറ്റു ധാരാളം മഹാന്മാരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു ഉണ്ടായ ഈ ബഹുമതിക്ക് കാരണം നേരത്തെയുള്ള കണക്ഷനാണ്. അതേപോലെ നേരത്തെയുള്ള കണക്ഷൻ കിട്ടിയിട്ടല്ലേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് കവാടം തുറന്നു കൊടുത്തത്. അതുകൊണ്ട് മുഅ്മിനുകളെ, വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, മഹത്തുക്കളോട് വലിയൊരു ബന്ധം വേണം. അത് നമ്മുടെ ഖൽബിന്റെ സക്കാത്തിന് അഥവാ ഖൽബിന്റെ തത്ഹീറിന്, ശുദ്ധീകരണത്തിനൊരു മാർഗമാണ്.